പ്രൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MS വേർഡിൻ്റെ പാർട്ട് 19 വീഡിയോ ആണിത്. ഇന്ന് നമുക്ക് ഇൻസേർട്ട് ടാബിലെ ഇലസ്ട്രേഷൻസ് ഗ്രൂപ്പിലെ കമാൻഡ്സ് പഠിക്കാം. ടേബിൾ ഗ്രൂപ്പ് വരെയാണ് നമ്മളിതുവരെ പഠിച്ചത്. ഇന്ന് നമുക്ക് ഈ ഗ്രൂപ്പിലെ കമാൻഡ്സ് നോക്കാം. ഇവിടെ പിക്ചേഴ്സ്, ഓൺലൈൻ പിക്ചേഴ്സ്, ഷേപ്സ്, സ്മാർട്ട് ആർട്ട്, ചാർട്ട്, സ്ക്രീൻഷോട്ട് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ലഭ്യമാണ്. ഇപ്പോൾ നമുക്ക് ഈ പിക്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻസ് ഒന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിലെ പിക്ചേഴ്സ് എന്നുള്ള ലൊക്കേഷനാണ് ഓപ്പൺ ആയി വന്നിരിക്കുന്നത്. ഈ ലൊക്കേഷനിൽ നമ്മൾ എന്തെല്ലാം ഫോൾഡേഴ്സും എന്തെല്ലാം ഫയൽസും ഇട്ടിട്ടുണ്ടോ അതെല്ലാം ഇവിടെ വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഈ ഡിസൈൻ ഈ ഫയലായിട്ട് തന്നെ നമുക്കിവിടെ വ്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന ഫോൾഡേഴ്സിലും ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും പിക്ചേഴ്സൊക്കെ സേവ് ചെയ്ത് ഇട്ടിട്ടുണ്ടാവാം. അങ്ങനെയെങ്കിൽ ഈ ഫോൾഡേഴ്സ് ഓപ്പൺ ചെയ്ത ശേഷം അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള പിക്ചേഴ്സ് സെലക്ട് ചെയ്ത് നമുക്ക് ഈ ഡോക്യുമെൻറ്റിൽ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ പിക്ചറാണ് എടുക്കുന്നതെങ്കിൽ ജസ്റ്റ് ഈ പിക്ചർ സെലക്ട് ചെയ്യുക, അതിനുശേഷം ഇൻസേർട്ട് കൊടുക്കുക. അതല്ല ഈ ഫോൾഡറിൽ എവിടെയെങ്കിലും സേവ് ചെയ്തിട്ടിരിക്കുന്ന പിക്ചറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യുക, അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള പിക്ചർ സെലക്ട് ചെയ്യുക, പിന്നീട് ഇൻസേർട്ട് കമാൻഡ് കൊടുക്കുക. അപ്പോൾ ആ സെലക്ട് ചെയ്ത പിക്ചർ നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഇൻസേർട്ട് ചെയ്യപ്പെടും. ഇനി ഈ ലൊക്കേഷനിലല്ലാതെ ഇതേപോലെ ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ ഡൗൺലോഡ്സിലോ മറ്റോ ആണ് നമ്മൾക്ക് ആവശ്യമുള്ള പിക്ചർ കിടക്കുന്നതെങ്കിൽ നമ്മൾ ആ ലൊക്കേഷൻ ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഈ ലൊക്കേഷൻ ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഈ ലൊക്കേഷനിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോൾഡേഴ്സും ഫയൽസും ഒക്കെ ഇവിടെ ഓപ്പൺ ആയി വന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് ഇതേപോലെ സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ ഈ സേവ്ഡ് പിക്ചേഴ്സ് എന്നുള്ള സബ് ഫോൾഡറിലുള്ള ഈ പിക്ചർ ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തു, പിന്നീട് ഇൻസേർട്ട് എന്നുള്ള കമാൻഡ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ആ പിക്ചർ ഈ ഡോക്യുമെൻറ്റിൽ ഇൻസേർട്ടഡ് ആയി. അതോടൊപ്പം തന്നെ നമ്മളിവിടേക്ക് നോക്കുകയാണെങ്കിൽ പുതിയ ഒരു റിബൺ ഇവിടെ ഓപ്പൺ ആവുകയും ചെയ്തു. ഇവിടെ നമുക്ക് ഈ പിക്ചറിനെ ഫോമാറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ധാരാളം പിക്ചർ ടൂൾസ് ലഭിക്കും. ഈ പിക്ചർ ടൂൾസ് ഉപയോഗിച്ച് ഈ പിക്ചറിനെ നമുക്കിഷ്ടമുള്ള രീതിയിൽ മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഈ പിക്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ പിക്ചറിന് ചുറ്റിലും ഒരു ബോക്സ് പോലെ വന്നിരിക്കുന്നത് കാണാം. ഈ ബോക്സിൽ തന്നെ ചെറിയ ചെറിയ ബോക്സസ് നമുക്ക് കാണാം. അതുപോലെ തന്നെ മുകളിൽ ഇങ്ങനെ ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഒരു സംഭവവും കാണാം. അതുകൂടാതെ ഈ റൈറ്റ് സൈഡിൽ ചെറിയൊരു ഓപ്ഷൻസിൻ്റെ ബോക്സുമുണ്ട്. ഇതും ഈ പിക്ചർ ഫോമാറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചുറ്റിനുമുള്ള ഈ ചെറിയ ബോക്സസിലേക്ക് നമ്മൾ മൗസ് പോയിൻ്റർ കൊണ്ടുവരുമ്പോൾ മൗസ് പോയിൻ്റർ ഒരു ഡബിൾ സൈഡഡ് ആരോ പോലെ ആകുന്നത് കാണാം. ഈ കോർണറിലുള്ള ഈ ബോക്സസിലേക്ക് മൗസ് പോയിൻ്റർ കൊണ്ടുപോയി ഇങ്ങനെ ഡബിൾ സൈഡഡ് ആരോ കണ്ട ശേഷം മൗസ് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഈ ഇമേജിൻ്റെ അല്ലെങ്കിൽ ഈ പിക്ചറിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനുമായിട്ട് നമുക്ക് സാധിക്കും. ഇതേപോലെ നമുക്ക് ചെയ്യാം. ഇങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഉള്ള ബോക്സസിലേക്ക് മൗസ് പോയിൻ്റർ കൊണ്ടുപോയ ശേഷം മൗസ് ഡ്രാഗ് ചെയ്താൽ നമുക്കതിൻ്റെ ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. മുകളിലും താഴെയും ഉള്ള ബോക്സസിലേക്ക് മൗസ് പോയിൻ്റർ കൊണ്ടുപോയി ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഈ ഇമേജിൻ്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനുമായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ഈ കേർവ്ഡ് പോർഷനിലേക്ക് മൗസ് പോയിൻ്റർ കൊണ്ടുവന്ന ശേഷം നമുക്കിതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് ഈ ഡോക്യുമെൻറ്റിൽ ഏത് രീതിയിലാണോ ഈ പിക്ചർ വെക്കേണ്ടത് ആ രീതിയിൽ നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഇവിടെയുള്ള ഓപ്ഷൻസ് ലേഔട്ട് ഓപ്ഷൻസ് ആണ്. അതായത് നമുക്കിപ്പോൾ ഈ ഇമേജിൻ്റെ പുറകിലായിട്ട് കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ അത്തരത്തിൽ ടൈപ്പിംഗ് വരാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഈ ഇമേജിൻ്റെ മുകളിലുമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ ഇമേജിൻ്റെ ഭാഗങ്ങളിൽ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇത് തന്നെ നമുക്കിവിടെ റാപ്പ് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടെയുള്ള കമാൻഡ്സിലേക്ക് പോകാം. ഇത് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇപ്പോൾ ഇതിന് ഈ പിക്ചറിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയാനായിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ അടുത്തതായി കറക്ഷൻസ് ആണ്. കറക്ഷൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വേറെ കളേഴ്സിൽ ഇതേപോലെ നമ്മൾ ഓരോ
ഓപ്ഷൻ്റെയും മുകളിലേക്ക് മൗസ് പോയിൻ്റർ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ചേഞ്ചസ് ഇവിടെ കാണാം. നമുക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് ഇവിടെ നിന്ന് കൊടുക്കാം. ഇതിൽ കൂടുതൽ പിക്ചർ ഓപ്ഷൻസ് ഇവിടെ നമുക്ക് ലഭിക്കും. ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതേപോലൊരു വിൻഡോ സൈഡിൽ വരും. അവിടെ നിന്ന് നമുക്ക് വേറെ സെറ്റിങ്സ് ഒക്കെ കൊടുക്കാം. പിന്നീട് അടുത്തത് കളറാണ്. കളറും അതേപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. കളേഴ്സിന് തന്നെ മോർ വേരിയേഷൻസ് ഉണ്ട്. അവിടെ പോയാൽ വേറെ കളേഴ്സ് നമുക്ക് ഇവിടെ നിന്നും എടുത്തു കൊടുക്കാവുന്നതാണ്. ഈ ബോക്സിൽ തന്നെ വേറെ ഇവിടെ മോർ കളേഴ്സ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ സ്റ്റാൻഡേർഡ് പിന്നീട് കസ്റ്റം ഇങ്ങനെ 2 ഓപ്ഷൻ നമുക്കിവിടെ ലഭിക്കും. സ്റ്റാൻഡേർഡ് എടുക്കുകയാണെങ്കിൽ ഇവിടെ പല ഷെയ്ഡ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പ്രിവ്യൂ നമുക്ക് ഇവിടെ കാണാം. അത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ഈ കസ്റ്റം എന്നുള്ള ഓപ്ഷനിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെയാണ് ആ പോയിന്റർ നിൽക്കുന്നത്. ഈ കളറിൻ്റെ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡുമാണ് ഈ ബാറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പ്രിവ്യൂവും നമുക്ക് ഇവിടെ കിട്ടും. മറ്റൊരു കളറിൻ്റെ ഷെയ്ഡാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ കളറാണ് വേണ്ടതെങ്കിൽ ഇവിടെ ഒന്ന് മൗസ് പോയിന്റർ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പോയിന്റർ ഇവിടെ വന്നു. അതിനനുസരിച്ച് ഉള്ള ഷെയ്ഡ്സാണ് നമുക്കിപ്പോൾ ഈ ബാറിലുള്ളത്. ഇനി ഈ പോയിന്റർ മുകളിലേക്കും താഴേക്കും മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് നമുക്കിതിൻ്റെ ഷെയ്ഡ്സും എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഷെയ്ഡ് മതിയെങ്കിൽ ഇവിടെ നമുക്ക് മൗസ് പോയിന്റർ നിർത്താം. അതായത് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ റിലീസ് ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത കളറ് ഈ ഇമേജിനായി. ഞാനിപ്പോൾ അൺഡു ചെയ്യുകയാണ്. ഇനി അടുത്തതായി ആർട്ടിസ്റ്റിക് ഇഫക്ട്സ് ആണ്. അതൊന്ന് സെലക്ട് ചെയ്യാം. ഇവിടെയും പലതരത്തിലുള്ള ആർട്ടിസ്റ്റിക് ഇഫക്ട്സ് കാണാം. അതും ഓരോന്നിൻ്റെ മുകളിലേക്ക് മൗസ് പോയിന്റർ കൊണ്ടുപോവുക. പിന്നീട് നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് സെലക്ട് ചെയ്യാം. അടുത്തതായി കംപ്രസ് പിക്ചേഴ്സ് ഉണ്ട്. പിന്നീട് ചേഞ്ച് പിക്ചറുണ്ട്. ചേഞ്ച് പിക്ചർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് ഇടാനായിട്ട് കഴിയും. അതിന് നമ്മൾ കമ്പ്യൂട്ടറിൽ നെറ്റ് ഓൺ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പിക്ചർ ഇവിടെ അതിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ പിക്ചർ ഇവിടെ നമുക്ക് ലഭിക്കും. കംപ്രസ് പിക്ചർ ഈ പിക്ചർ മൊത്തത്തിൽ കംപ്രസ് ചെയ്യാനാണ്. നമ്മൾ അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫയലിൻ്റെ സൈസ് കുറയ്ക്കാൻ, അല്ലാതെ നമ്മൾ ഈ കാണുന്ന സൈസല്ല, ഇതിൻ്റെ ഫയൽ സൈസ് കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ഈ കമാൻഡ് യൂസ് ചെയ്യുന്നത്. ചിലപ്പം ചില ഇമേജസൊക്കെ നമ്മൾ ചില വെബ്സൈറ്റിലൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഇത്ര കിലോബൈറ്റേ പാടുള്ളൂ, അങ്ങനെയൊക്കെ സൈസ് ഉണ്ടല്ലോ. അപ്പോൾ അതേപോലുള്ള സംഭവമാണ് ഈ കംപ്രസ് പിക്ചേഴ്സ് എന്നുള്ളത്. ചേഞ്ച് പിക്ചർ നമ്മൾ നോക്കിയതാണ്. ഇനി അടുത്തത് റീസെറ്റ് പിക്ചർ. റീസെറ്റ് പിക്ചർ കൊടുത്താൽ നമ്മളിപ്പോൾ എന്തെല്ലാം ഫോമാറ്റ്സ് ഇതിന് വരുത്തിയോ അതെല്ലാം മാറിയിട്ട് ഇതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ഇമേജ് എങ്ങനെയായിരുന്നോ അതേപോലെ തിരികെ വരുന്നത് കാണാം. അടുത്ത ഗ്രൂപ്പ് പിക്ചർ സ്റ്റൈൽസ് ആണ്. ധാരാളം സ്റ്റൈൽസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇത് ആദ്യത്തെ ലൈനാണ്. ഇനി നെക്സ്റ്റ് ലൈൻ കാണാനായിട്ട് ഈ ആരോ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഓരോ തവണ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴും ലൈൻ ബൈ ലൈനായിട്ട് നമുക്കിവിടെ കാണാം. ഇനി കംപ്ലീറ്റ് ഇത് കാണണമെങ്കിൽ ഈ ആരോ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അടുത്തത് പിക്ചർ ബോർഡർ. അത് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ബോർഡർ ചെയ്യാനുള്ള കളേഴ്സ് ഉണ്ട്. അതുപോലെ ബോർഡറിൻ്റെ സ്റ്റൈൽസും ഒക്കെ അവൈലബിൾ ആണ്. ആദ്യം നമ്മൾ ഡാഷസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് ബോർഡറിൻ്റെ സ്റ്റൈൽ ഏത് വേണമെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഈ ഒരു തേർഡ് വൺ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും അത് സെലക്ട് ചെയ്യുക. പിന്നീട് അതിൻ്റെ വെയ്റ്റ്, അതായത് അതിൻ്റെ എത്ര തിക്നെസ് വേണമെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു അളവൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. 2.1/4 പോയിൻറ്റ്. പിന്നീട് അത് തന്നെ വീണ്ടും സെലക്ട് ചെയ്യുക. അതിനുശേഷം കളേഴ്സ് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ കാണുന്ന കളേഴ്സ് ഏതെങ്കിലും വേണം സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ മോർ ഔട്ട്ലൈൻ കളേഴ്സ് സെലക്ട് ചെയ്ത് ഇതേപോലെ സ്റ്റാൻഡേർഡ്, കസ്റ്റം എന്നിവ നോക്കി അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെ ഒരു കളറിങ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഗ്രീനിനോട് യോജിച്ച് വരുന്ന നമുക്ക് ഈ ഒരു ഡാർക്ക് ഗ്രീൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ ഇമേജിന് അങ്ങനെ ഒരു ഔട്ട്ലൈൻ വന്നിരിക്കുന്നത് കാണാം. ഈ ഇമേജിൻ്റെ പുറത്ത് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ വന്ന ആ പിക്ചർ ടൂൾസിൻ്റെ റിബണും അങ്ങ് പോയി. ഇനി ആ റിബൺ തിരികെ വേണമെങ്കിൽ ഈ ഇമേജിലൊന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും അത് ആക്ടിവേറ്റഡ് ആകും. അതിനുശേഷം അതിൻ്റെ റിബൺ ഇവിടെ നമുക്കിപ്പോൾ ഈ റിബൺ ഹോം ടാബിൻ്റെ റിബണാണ് ഇവിടെ ഉള്ളത്. ഇത് മാറി ഈ പിക്ചർ ടൂൾസിൻ്റെ റിബൺ ലഭിക്കാനായിട്ട് ഈ ഫോമാറ്റിലൊന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തതായി പിക്ചർ ഇഫക്ട്സ് നോക്കാം. ഇവിടെ ആദ്യത്തത് ഷാഡോ ആണ്.
ഷാഡോ എഫക്ട്സ് ലഭിക്കാനാണ് ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യണമെന്നില്ല. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ മൗസ് പോയിൻ്റർ കൊണ്ടുവരുമ്പോൾ തന്നെ ഇതുപോലൊരു ബോക്സ് ഓപ്പൺ ആകും. ഇതിനകത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. മൗസ് പോയിൻ്റർ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് പ്രിവ്യൂ കണ്ട് നമുക്ക് വേണ്ടതെടുക്കാം. ഇവിടെ ഷാഡോ ഓപ്ഷൻസ് ഉണ്ട്. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ ഷാഡോയുടെ ഓപ്ഷൻസ് വരും. ഇവിടെ കാണുന്ന ഇപ്പോൾ പിക്ചർ ഇഫക്ട്സ് നമ്മൾ ഷാഡോ കൊടുത്തപ്പോൾ ഇത്രയും കളേഴ്സേ അവൈലബിൾ ആയിട്ടുള്ളൂ. വേറെ കളേഴ്സ് വേണമെങ്കിൽ ഇവിടെ നിന്നും ഇവിടെ ഒന്ന് ഈ ഒരു ആരോ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാവുന്നതാണ്. അടുത്തത് പിക്ചർ ഇഫക്ട്സിൽ റിഫ്ലക്ഷൻ ആണ്. റിഫ്ലക്ഷൻ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഇതേപോലെ ഇപ്പോൾ ഇതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ ഒരു റിഫ്ലക്ഷൻ വന്നിരിക്കുന്നത് കാണാം. അതിന് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നീട് അടുത്തത് ഗ്ലോ ആണ്. ഗ്ലോയ്ക്കും ഇതേപോലെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെയും മോർ ഗ്ലോ കളേഴ്സ് ഉണ്ട്. അവിടെ നിന്ന് വേറെ കളേഴ്സ് സെലക്ട് ചെയ്യാം. ഗ്ലോയ്ക്ക് തന്നെ വീണ്ടും ഓപ്ഷൻസും ഉണ്ട്. പിന്നീട് സോഫ്റ്റ് എഡ്ജസ് ഉണ്ട്. അതിനും ഇതേപോലെ ഓരോന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നീട് ബെവൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ തന്നെ 3D ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുത്ത് കളേഴ്സൊക്കെ കൊടുത്ത് എടുക്കാവുന്നതാണ്. അതിനുശേഷം 3D റൊട്ടേഷൻ ഉണ്ട്. നമുക്കിതിനകത്തുനിന്ന് സെലക്ട് ചെയ്തെടുക്കാം. അടുത്തതായി പിക്ചർ ലേഔട്ടാണ്. ഇത് സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ സ്മാർട്ട് ആർട്ട് ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ ഫോമാറ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ കുറേ കമാൻഡ്സ് ഉള്ള ഒരു പുതിയ റിബൺ ഓപ്പൺ ആയി. ഇവിടെ ഷേപ്പ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ബുള്ളറ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു കാർഡ് ഡിസൈൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെയോ മറ്റോ കവർ പേജ് ഡിസൈൻ ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയും ചേഞ്ച് കളേഴ്സിന് ഓപ്ഷനുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെയും വേറെ ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ മുകളിലേക്കൊക്കെ നമ്മൾ മൗസ് പോയിൻ്റർ കൊണ്ടുവരുമ്പോൾ കാണാം അതിൻ്റെ ചേഞ്ചസ് പിക്ചറിനകത്ത് കാണാം. ഇതിൻ്റെ തന്നെ ഫുൾ ഓപ്ഷൻസ് കാണണമെങ്കിൽ ഈ ആരോ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓരോന്നിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ അതനുസരിച്ച് ഈ ഇമേജിന് മാറ്റങ്ങൾ വരുന്നത് കാണാം. നമുക്ക് ആവശ്യമുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ഈ ഒരു ഡിസൈനൊന്നും നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തതല്ല. അത് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിച്ചതാണ്. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ വലിയ എഫേർട്ട് ഇല്ലാതെ ഇങ്ങനെയുള്ള കമാൻഡ്സ് ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ ഒരു ഡിസൈനൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ അതേപോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ പിക്ചറിന് വേറെയും ഫോമാറ്റിംഗ് കൊടുക്കാം. അതിനായിട്ട് ഇവിടെ ഒരു ഫോമാറ്റ് ടാബ് ഉണ്ട്. അതൊന്ന് സെലക്ട് ചെയ്താൽ വേറെയും ഇവിടെ കുറേ കമാൻഡ്സ് ലഭ്യമാണ്. അതൊക്കെ ഉപയോഗിച്ച് ഇത് വീണ്ടും നമുക്ക് ഫോമാറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഷേപ്പ് ഫില്ലുണ്ട്. അവിടെ നമുക്ക് കളേഴ്സ് ഇതേപോലെ മാറ്റി കൊടുക്കാം. അതുപോലെ ഷേപ്പ് ഔട്ട്ലൈൻ ഉണ്ട്. ഔട്ട്ലൈൻ കളർ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. പിന്നീട് ഷേപ്പ് ഇഫക്ട്സ് ഉണ്ട്. ഇവിടെയും ഷാഡോ, റിഫ്ലക്ഷൻ, ഗ്ലോ എന്നിങ്ങനെയുള്ള കമാൻഡ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇവിടെയും ഓരോന്നിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ നമുക്കിവിടെ കാണാം. നമുക്ക് ആവശ്യമുള്ളത് വേണമെങ്കിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ കൂടുതൽ ഓപ്ഷൻസ് ഇവിടെയുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ ചേഞ്ച് ഷേപ്പ്, ഈ ഷേപ്പല്ല മറ്റെന്തെങ്കിലും ഷേപ്പ് വേണമെങ്കിൽ അത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നീട് ലാർജർ, സ്മോളർ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ വേർഡ് സ്റ്റൈൽസ് ഇവിടെ കൊടുക്കുന്നത്, ഇവിടെ നമ്മൾ ടെക്സ്റ്റ് എന്നുള്ളിടത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാമല്ലോ. അപ്പോൾ അതിൻ്റെ വേർഡ് സ്റ്റൈൽ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. 1 by 1 ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് എടുത്ത ശേഷം ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മോഡലിലായിരിക്കും നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് വരിക. അതുപോലെ ടെക്സ്റ്റ് ഫില്ലുണ്ട്. നമ്മളങ്ങനെ ടൈപ്പ് ചെയ്യുന്ന അത് ഫില്ല് ചെയ്യാനുള്ള കളേഴ്സ് ഉണ്ട്. ടെക്സ്റ്റ് ഇഫക്ട്സ് കൊടുക്കാം. ഇവിടെ ടൈപ്പ് ചെയ്യുന്നതിന് നമുക്ക് ഇതേപോലെ 3D റൊട്ടേഷൻ അങ്ങനെ കൊടുക്കാം. നമുക്കിവിടെ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ടെക്സ്റ്റ് ഇഫക്ട്സ് കൊടുത്തിട്ട് ഇതേപോലെ 3D റൊട്ടേഷൻ വല്ലതും കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെയൊക്കെ അതിങ്ങനെ വരുന്നത് കാണാം. ഇവിടെ പൊസിഷനിൽ പോയിട്ട് നമുക്കിത് ഈ പേജിൻ്റെ ഏത് ഭാഗത്ത് പൊസിഷൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഇനാക്റ്റീവായി കിടക്കുകയാണ്. കാരണം നമ്മൾ സെലക്ഷൻ ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഈ അകത്ത് ഈ പിക്ചറിനാണ് നിൽക്കുന്നത്. അപ്പോൾ ആദ്യ സെലക്ഷൻ നമ്മൾ ഈ ഔട്ടർ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ സെലക്ഷൻ കൊടുക്കുക. കാരണം ഈ പിക്ചറിന് നമ്മളൊരു ഔട്ട്ലൈൻ കൊടുത്തതാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്ത ശേഷം പിന്നീട് ഈ പൊസിഷൻ സെലക്ട് ചെയ്ത് വരുമ്പോൾ ഇതെല്ലാം ആക്റ്റീവായി വന്നിരിക്കുന്നത് കാണാം. ഓരോടത്തേക്ക് മൗസ് പോയിൻ്റർ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഈ പേജിൻ്റെ പല ഭാഗങ്ങളിലേക്ക് മാറും. ഇതിപ്പോൾ ഇത് ഫുൾ ഒരു പേജായിട്ട് നമ്മളിത് മനസ്സിലാക്കിയെടുക്കുക. അതിനുശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ
പേജിൻ്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിലായിരിക്കും ഈ പിക്ചർ വരിക. ഇനി ഈ പേജിൻ്റെ കൃത്യം സെൻറ്ററിലായിട്ട് വരണമെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പേജിൻ്റെ സെൻറ്ററിലായിട്ട് ഈ പിക്ചർ വരും. പിന്നീട് റാപ്പ് ടെക്സ്റ്റ്. ഈ ടെക്സ്റ്റ് ഈ ഇമേജിൻ്റെ പുറകിലായിട്ടും മുമ്പിലായിട്ടും അങ്ങനെ പല പൊസിഷനിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഈ റാപ്പ് ടെക്സ്റ്റ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. പിന്നീട് ഇവിടെ ബ്രിങ് ഫോർവേഡ്, സെൻഡ് ബാക്ക്വേഡ്, അത് വേറെയും ഓബ്ജക്ട്സ് ഇതേപോലെ ഉണ്ടെങ്കിൽ അതിനെ ഫോർവേഡ് ബാക്ക്വേഡ് ഒക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള കമാൻഡ്സാണ് വേറെയും ഇമേജസ് ഉണ്ടെങ്കിൽ. പിന്നീട് അടുത്തത് സെലക്ഷൻ പെയിന്. ഇവിടെ നമുക്ക് ഹൈഡ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഹൈഡ് ആകുന്നത് കാണാം. അതുപോലെ ഷോ ഓൾ കൊടുത്താൽ ഇവിടെയുള്ള ഇമേജസൊക്കെ വീണ്ടും വിസിബിൾ ആകുന്നതും കാണാം. ഇനി നേരത്തെ ഉള്ള ഇവിടെ ആ റിബൺ കിട്ടാനായിട്ട് ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ഇങ്ങനെ അലൈൻമെൻറ്റിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. അലൈൻ റൈറ്റ്, അലൈൻ ടോപ്പ്. നമുക്ക് അലൈൻ റൈറ്റ് ഒന്ന് കൊടുക്കാം. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് വന്ന് പിന്നീട് അതിനുശേഷം ഇവിടെ ഈ ഓപ്ഷനാണ്. അപ്പോൾ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ മോർ റൊട്ടേഷൻ ഓപ്ഷൻസ് നമുക്കിവിടെ ലഭിക്കും. പിന്നീട് ഇത് സൈസാണ്. ഈ പിക്ചറിൻ്റെ സൈസ് നമുക്ക് ഹൈറ്റും വിഡ്ത്തും ഇവിടെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമുക്കിപ്പോൾ കൃത്യം അതിൻ്റെ ഹൈറ്റും കൃത്യമായിട്ട് അതിൻ്റെ വിഡ്ത്തും ഒക്കെ അറിയാമെങ്കിൽ ഡ്രാഗ് ചെയ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ട. ഇവിടെ നമുക്ക് വന്നിട്ട് കൃത്യമായിട്ടുള്ള ആ ഹൈറ്റും വിഡ്ത്തും കൊടുക്കാവുന്നതാണ്. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഈ ആരോക്ക് ഉപയോഗിച്ച് ഓരോ ലെവൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇവിടെ ഇങ്ങനെ മാറ്റുന്നതനുസരിച്ച് ഇവിടെ നമുക്ക് ചേഞ്ചസ് കാണാം. ഇപ്പോൾ പിക്ചർ ലേഔട്ട് സെലക്ട് ചെയ്താണ് നമ്മൾ ഈ പിക്ചറിനെ ഈ ഒരു ലേഔട്ടിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഫോമാറ്റ് ചെയ്യാനുള്ള ഡിസൈൻ ടാബും അതിനോട് ചേർന്നുള്ള റിബണും അതുപോലെ ഫോമാറ്റ് ടാബും അതിൻ്റെ റിബണുമാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റൊരു പിക്ചർ വരയ്ക്കണമെങ്കിൽ ഇവിടെ ഒന്ന് ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കഴ്സർ ഇവിടെ വരും. അതിനുശേഷം ഇൻസേർട്ട് ടാബിൽ പോയി പിക്ചേഴ്സ് സെലക്ട് ചെയ്ത് മറ്റൊരു പിക്ചർ സെലക്ട് ചെയ്യുക. പിന്നീട് ഇൻസേർട്ട് ചെയ്യുക. ഇപ്പോൾ വീണ്ടും ഈ പിക്ചർ ഫോമാറ്റ് ചെയ്യാനുള്ള പിക്ചർ ടൂൾസ് നമുക്ക് അവൈലബിളായി നമുക്കിഷ്ടമുള്ളതുപോലെ ഫോമാറ്റ് ചെയ്യാം. ഈ കാണുന്ന കമാൻഡ്സ് എല്ലാം നമ്മൾ ഈ പിക്ചറിൽ പഠിച്ചത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഇനിയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.